ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ജേണലാണ് ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ടാണ് ജേർണലിങ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ജേർണൽ കിറ്റ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ജേർണൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഡയറി തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡയറിയിൽ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ജേർണലിങ് കാണിച്ചത് ഞാൻ ഫസ്റ്റ് ചെയ്തതാണ് കേട്ടോ. വലിയ രസമൊന്നുമില്ല, ഇത് ആദ്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഇത് വരില്ലല്ലോ. പിന്നെ ഇത് ചെയ്തത് ഇത് പിന്നെയും കുഴപ്പമില്ല, ഇത് ഭയങ്കര അടിപൊളിയല്ല, ഇതെനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ഹീറ്റൊക്കെ ചെയ്തതാണിത്. ഇതും ഒരു ജേർണൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളതാണ്, കുഴപ്പമില്ല. ഇത് ഞാൻ ന്യൂ ഇയർ ആയപ്പോൾ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ തന്നെയാണ് ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്ത പോലെ ഉള്ളതൊക്കെ തന്നെയാണ്. ഇതും ഗ്രീന് പിന്നെ റെഡൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു പിങ്ക് തീം കേട്ടോ. ഇത് തീം മൈ മെലഡി, അതൊക്കെ സ്റ്റിക്കേഴ്സാണ്. മൈ മെലഡിനെ കാണാൻ നല്ല എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിലും കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഇത് ഹംബിൾ എന്നുള്ളതും പിന്നെ ബോബാട്ടിയും ഗോൾസും അതൊക്കെ സ്റ്റിക്കേഴ്സാണ്. പിന്നെ റെയിൻബോ തീമാണ്. ഇത് കുറച്ച് കുളമായിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് ചെയ്തതുകൊണ്ടാണ്. ഇതൊരു ഗുഡ് വൈബ്സ് എന്നുള്ള ഒരു ബ്ലൂ കളർ തീമിൽ വന്നിട്ടുള്ളത്. ഇതൊരു വിൻറ്റേജ് ലുക്കാണ്, വലിയ നല്ല ഭംഗിയിലൊന്നും ഇത് ചെയ്തിട്ടില്ല. ഇതും ഞാൻ ഇത് ജേർണൽ കിറ്റ് കിട്ടിയപ്പോൾ ഫസ്റ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഇതാണ്. ഇതും ഞാൻ ആ ജേർണൽ കിറ്റ് വെച്ചിട്ട് ചെയ്തതാണ്. എനിക്ക് ആ കുട്ടീനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇന്നും അടിപൊളിയായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്നാലും നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഇങ്ങനത്തെ ഗ്ലൂ ആണ് കേട്ടോ. ഞാൻ ആദ്യം ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഇതാവുമ്പോൾ കയ്യിലൊന്നും ആവില്ല, നല്ലതായിട്ട് ചെയ്യാൻ പറ്റും, നല്ല വൃത്തിക്ക് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാഡ് എടുക്കാം. നോട്ട് പാഡൊക്കെ പോലത്തെ നമ്മുടെ സ്ക്രാപ്പ് ബുക്ക് പേപ്പറാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. സ്ക്രാപ്പ് ബുക്ക് പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കിറ്റ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കിറ്റില്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ നമ്മൾ വീട്ടിലുള്ള മിനിമലായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാനും പറ്റും. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഈ ജേർണൽ കിറ്റ് വെച്ചിട്ടാണ്, എൻ്റെ അടുത്ത് ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഈ സ്ക്രാപ്പ് ബുക്ക് പേപ്പർ ഞാൻ ഇതിലിവിടെ ഒട്ടിച്ചു കൊടുക്കാൻ പോകട്ടെ. അപ്പോൾ നമുക്കിത് റഫായിട്ട് കീറിയിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ കീറിയിട്ട് എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ലാതെ തന്നെ കീറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, റഫായിട്ടാണ് കീറിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതും അവിടെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ നെക്സ്റ്റ് ആ പേജിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഗ്ലൂ ആക്കിയിട്ടുണ്ട്, ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഒട്ടിച്ചു കൊടുത്തപ്പോൾ വലിയ നല്ലതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതൊരു വിൻറ്റേജ് ലുക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഒരു ക്യൂട്ടൊക്കെ പോലെ തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഈ വശി ടാപ്പ് വെച്ച് നമ്മൾ വിൻറ്റേജ് ആക്കാൻ പറ്റുന്നൊക്കെയാണ് കേട്ടോ. അതൊരു വിൻറ്റേജ് ടൈപ്പ്, അതിലെന്തൊക്കെ എഴുത്തും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വശി ടാപ്പാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു വശി ടാപ്പാണ് കേട്ടോ. ഭയങ്കരമായിട്ട് വിൻറ്റേജ് ലുക്ക് വന്നിട്ടുള്ള എന്നൊരു നേച്ചർ തീമിലൊക്കെ ഉള്ള ഒരു വിൻറ്റേജ് ടാപ്പാണത്. വശി ടാപ്പും നോർമലായിട്ടുള്ള വശി ടാപ്പ് ഉണ്ട്, അതല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലോട്ട് ഇതാണ് ഒന്നും കൂടി സ്യൂട്ടബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ മുകളിലായിട്ട് തന്നെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും എടുക്കാം, മെമ്മോ പാഡ് എന്നുള്ളത്, വല്ല മെമ്മോ പാഡ്സ് എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് മെമ്മോ പാഡ്സ് തപ്പി നോക്കിയപ്പോൾ എനിക്കൊരു ഗുഡ് ടൈംസ് എന്നുള്ള ഈ ഒരു മെമ്മോ പാഡ് കിട്ടി. നല്ല ഭംഗിയുള്ളൊരു മെമ്മോ പാഡ് കേട്ടോ. അത് നമുക്ക് ആ നെക്സ്റ്റ് പേജിൽ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ മെമ്മോ പാഡിൽ ഗ്ലൂ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ അവിടെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നന്നായിട്ട് തന്നെ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ചെയ്ത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്റ്റിക്കർ എടുക്കാം. ഞാനൊരു എഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റിക്കർ എടുക്കാനും നോക്കിയത്, അത് എത്ര പറിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. എൻ്റെ അടുത്ത് ആ സ്റ്റിക്കർ എടുക്കാനുള്ള ടൂളൊന്നുമില്ല കേട്ടോ. അതുപോലെ ടൂളൊക്കെ നമുക്ക് ഉണ്ടാക്കണം. ടൂൾസ് നമുക്ക് മേടിക്കാനൊക്കെ കിട്ടും, പക്ഷെ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കത് DIY ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഐസ്ക്രീം സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അത് ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിത് ആ സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചു കൊടുത്തു, കുഴപ്പമില്ലാതെ നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഈ ഒരു പേപ്പറാട്ടോ എടുക്കുന്നത്. ഇതൊരു സ്ക്രാപ്പ് ബുക്ക് പേപ്പർ തന്നെ വേണമെങ്കിൽ പറയാം, ഒരു ലെങ്ത്ത് കൂടുതലുള്ള സ്ക്രാപ്പ് ബുക്ക് പേപ്പർ.
അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കതിലെന്തെങ്കിലും എഴുതാതെ വെച്ച രസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വൃത്തിക്ക് എഴുതാൻ നോക്കിയാൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സ്റ്റിക്കറിലുള്ള കുറച്ച് എഴുത്തുകൾ എടുത്തിട്ടാണ് കേട്ടോ അതിൽ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് കുറച്ച് എഴുത്തുകൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഐ ലവ് ടു മീ എന്നാണ് ഞാൻ അതിൽ എഴുതിയിട്ടല്ല സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത ഒരു നല്ല തന്നെയാണ്. അപ്പോൾ നമുക്കെന്തെങ്കിലും ഗ്ലൂ തേച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തു. നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല മാച്ചായിട്ട് വന്നു. അതിൻ്റെ സൈഡിലായിട്ടാണ് ഞാൻ ഒട്ടിച്ചത്. നന്നായിട്ട് മാച്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മാച്ചായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഇതുവരെ ചെയ്തതിലൊക്കെ ഇത് അത്രക്കങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം. പക്ഷേ ഇപ്പം നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. ഈ സ്റ്റിക്കർ ഇതാ തീരെ ഉപയോഗമില്ലാത്തൊരു സാധനമാണ്. ഞാനത് ഫസ്റ്റ് ടൈമാണ് ഞാനിത് എടുക്കുന്നത്. ഉദ്ദേശിച്ചിട്ട് ഒന്നും നടന്നില്ല. കാരണം അത് എടുക്കാൻ നമ്മുടെ കൈ വെച്ചിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരുപാട് ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്. ഇത് ശ്രമിച്ചതൊക്കെ വീഡിയോയിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, എന്നിട്ടാണ് ഇതെനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാനതവിടെ വെച്ച് ഞാൻ ഈ ഒരു മെമ്മോ പാഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു മെമ്മോ പാഡ് നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ റഫായിട്ടത് കീറി അതിനൊട്ടിച്ച് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് കീറിയിട്ട് എടുത്തിട്ടുണ്ട്. ആ പേപ്പർ ഇവിടെയും മറ്റേ പേപ്പർ അതിൻ്റെ ബാക്കിലുമായിട്ടാണ് ഒട്ടിക്കാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ നടന്നില്ല. അപ്പോൾ ഞാൻ ആ ഗുഡ് ടൈംസിൻ്റെ അപ്പുറത്ത് രണ്ടിൻ്റെ ഇടയിൽ ഗുഡ് ടൈംസ് വന്ന പോലെയാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ആ മറ്റേ സ്റ്റിക്കർ ഗ്ലൂ തേച്ചിട്ട് അപ്പുറത്ത് ഒട്ടിച്ച് കൊടുക്കാം. ഈ ഗുഡ് ടൈംസിൻ്റെ അപ്പുറത്താണ് കേട്ടോ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്കിതൊരു ഫില്ലായ പോലെ എനിക്ക് തോന്നി. പക്ഷേ എങ്കിലും എവിടേക്കോ എന്തൊക്കെയോ ഒരു മാറ്റം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എഴുത്ത് എന്തെങ്കിലും വേണം വിചാരിച്ച് ഞാൻ ഈ ഒരു സ്ക്രാപ്പ് ബുക്ക് പേപ്പർ എടുത്തു. അതിൽ ഞാൻ ആ വഷി ടാപ്പ് പോലെ വന്നിട്ടുള്ളതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നല്ല തന്നെയാണ്, എനിക്കിഷ്ടമായിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ഇതാട്ടോ കീറി എടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതിലെന്തൊക്കെ മറ്റേ മെർമെയ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വിൻറ്റേജ് ടൈപ്പ് മെർമെയ്ഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതും അതിൽ കൊടുക്കാം. അപ്പോൾ അത് കൊടുത്തപ്പോൾ കുഴപ്പമില്ലാതെ തന്നെയാണ് കിട്ടിയത്. കണ്ടോ നിങ്ങൾക്ക് ഞാനിതാ കാണിച്ചു തരാം. നല്ല ഭംഗിയില്ല. പേജ് അങ്ങ് ഫില്ലായി. പക്ഷേ നെക്സ്റ്റ് പേജ് അത്രയ്ക്ക് ഫില്ലായിട്ടില്ല. അപ്പോൾ നമുക്കും അവിടെ എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒട്ടിച്ച് കൊടുത്തിട്ട് അവിടെ നല്ല പോലെ ഇതാക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എടുക്കുന്നത് ഒരു സ്റ്റിക്കർ തന്നെയാണ്. ഇതൊരു ഫ്രെയിമിൻ്റെ പോലത്തെ സ്റ്റിക്കറാണ്. അതിൽ ഞാൻ ഈ ഒരു ഇതുപോലത്തെയാണ് ഞാൻ എടുക്കുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റിക്കർ തന്നെയായിരുന്നു കേട്ടോ അതിലുണ്ടായിരുന്നത്. അത് ഞാനൊന്നെടുത്തിട്ട് ബുക്കിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തപ്പോൾ അത് ഇതേപോലെയാണ് ഉള്ളത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നന്നായിട്ട് ഫില്ലായില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തി വെക്കുക. നമ്മളിത് ഇതൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട്. ഈ പേജ് എനിക്ക് ഇഷ്ടമായിട്ടോ. അപ്പോൾ എന്തായാലും ബൈ ആൻഡ് thank you for watching.